പാതി തുറന്ന NH-66 ചീറിപ്പായുന്നവരോടാണ്. ആക്സിലറേറ്ററിൽ ആഞ്ഞു ചവിട്ടുന്നതിന് മുമ്പ് പൂർണ്ണതോതിൽ സജ്ജമാകാത്ത പാതയിലൂടെയാണ് വണ്ടിയോടുന്നതെന്ന ബോധം എപ്പോഴും ഉണ്ടായിരിക്കണം. ഒന്നാം ട്രാക്കിൽ മണലും കട്ടയും മെറ്റലുമൊക്കെ കുന്നുകൂട്ടിയിട്ടിരിക്കാം. മൂന്നാം ട്രാക്കിൽ ഒരു ഭീമൻ JCB തന്നെയും വിശ്രമിക്കുന്നുണ്ടാവാം. അപായ സൂചനയെന്നോണം കമഴ്ത്തിവെച്ച ചുവന്ന തൊപ്പിയോ സ്ഥാപിച്ച ചുവന്ന ഫൈബർ പലകയോ കണ്ണിൽ പെട്ടെന്ന് വരില്ല. ജാഗ്രത. മൂന്നാം ട്രാക്കിലൂടെ പറവറക്കുമ്പോൾ എതിർഭാഗത്ത് നിന്നൊരു വണ്ടി ഉരുണ്ടുവരുന്നത് കണ്ട് അപ്പുറത്തെ സൈഡ് തുറന്നുകൊടുത്തിട്ടും ഇവനെന്താ ഈ വഴിക്ക് എന്ന് ചിന്തിക്കാൻ നേരം കിട്ടിയെന്ന് വരില്ല. അതിനു മുമ്പേ എല്ലാം തീർന്നിരിക്കും. ഭാഗികമായി തുറന്ന പാതയിൽ 2 വീലറും 3 വീലറുമുണ്ട്. രാത്രിയിലും ഡിവൈഡറുകൾ മറികടന്ന് റോഡ് മുറിച്ച് കിടക്കുന്ന മനുഷ്യരുണ്ട്. കരുതലുണ്ടാവണം. സർവീസ് റോഡിനെയും കണ്ണും പൂട്ടി വിശ്വസിക്കരുത്. എതിർഭാഗത്തു നിന്ന് വരുന്ന വണ്ടി ഏതു സൈഡിലൂടെ വരുമെന്ന് യാതൊരു നിശ്ചയവുമില്ലാത്ത അവസ്ഥയാണ്. കണ്ടറിഞ്ഞ് പെരുമാറിക്കൊള്ളണം. അവൻ ഇടതനാണെങ്കിൽ നമ്മൾ വലതനാവണം. അവൻ വലതനാണെങ്കിൽ നമ്മൾ ഇടതനാവണം. അണ്ടർ ഓവർ പാസുകൾ വഴി സർവീസ് റോഡിലേക്ക് കടക്കുമ്പോഴും റോഡ് നിയമങ്ങളിൽ വിശ്വസിക്കരുത്. 2 വശങ്ങളിൽ നിന്നും വണ്ടികളെ പ്രതീക്ഷിക്കണം. NH പൂർണ്ണതോതിൽ സജ്ജമായിട്ടു വേണം സ്പീഡോമീറ്റർ ടെസ്റ്റ് ചെയ്യാൻ. അതുവരെ NH വിശേഷങ്ങളുടെ വീഡിയോകൾ കണ്ടിരിക്കാം. പുതിയ പാതയിൽ പാലിക്കേണ്ട നിയമങ്ങളും നിബന്ധനകളും പഠിച്ചുവെക്കാം. നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അപരനെ കൂടെ ബഹുമാനിച്ചും ആദരിച്ചും പരിഗണിച്ചും വാഹനമോടിക്കുന്ന നല്ല പൗരനായി വളരാൻ നമ്മൾ ഓരോരുത്തരും സജീവ ശ്രദ്ധരാകണം.